السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فاتقوا الله وعباد الله. സ്നേഹധന്യരായ ഖുർആൻ പഠിതാക്കളെ, തഫ്സീർ പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മസദാണ് നമ്മൾ പഠിക്കുന്നത്. മക്കിയായ സൂറത്താണ്. 111-ാമത്തെ അധ്യായമാണ്. മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ മസദ്. അബൂ ലഹബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരനാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി കൊണ്ട് ആക്ഷേപിക്കുകയും പ്രവാചക ദൗത്യത്തെ നിഷേധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസികമായും ശാരീരികമായും ഒക്കെ പ്രയാസപ്പെടുത്തുകയും ചെയ്ത ഏറ്റവും അടുത്ത കുടുംബക്കാരനാണ് അബൂ ലഹബ്. അബൂ ലഹബിനെ സംബന്ധിച്ചിടത്തോളം നല്ല സൗന്ദര്യമുള്ള, നല്ല ഭംഗിയുള്ള ആളായിരുന്നു അബൂ ലഹബ് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അബൂ ലഹബ് എന്ന പേര്, വിളിപ്പേര് അദ്ദേഹത്തിന് വന്നത് എന്ന് നമുക്ക് കാണാം. എന്നാൽ അബൂ ലഹബിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അതിൽ തന്നെ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉസ്സയുടെ അടിമ എന്നാണ്. അപ്പോൾ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹത്തിൻ്റെ അടിമയാണ് താൻ എന്ന് സ്വന്തം പേര് തന്നെ എന്തുണ്ട്? അബൂ ലഹബിനുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബക്കാരെ വീട്ടിലേക്ക് വിളിച്ച് അവർക്ക് വിരുന്നൊക്കെ ഒരുക്കിയതിനു ശേഷം, എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാരോട് തൗഹീദ് പറയുന്ന, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അത് അവർ കേട്ട് നിഷേധിച്ചു പോവാൻ രണ്ടാമത് വീണ്ടും കുടുംബക്കാരെ വിളിക്കുന്നു, ഭക്ഷണം ഒരുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നു, അവർ നിഷേധിക്കുന്നു. മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെ വിളിക്കുന്നു, ഭക്ഷണം ഒരുക്കുന്നു, തൗഹീദ് പഠിപ്പിച്ച് കൊടുക്കുന്നു, അവർ അതിനെ നിഷേധിക്കുന്നു എന്നുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആളുകളെ കൂട്ടുകയും അതുപോലെ തന്നെ പ്രവാചക ദൗത്യത്തെ നിഷേധിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയായിരുന്നു അബൂ ലഹബ് എന്നുള്ളത്. സൂറത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഖുർആനിലെ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ട്? കൂലിയുണ്ടല്ലേ? ഓരോ വാക്കിനും 10 കൂലി വീതം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. അബൂ ലഹബിൻ്റെ പേരിൽ അവതരിച്ച് ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അബൂ ലഹബ് നശിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് കൂലി നൽകുകയാണ്. അത്രമാത്രം അള്ളാഹുവിന് അബൂ ലഹബിനോടും അബൂ ലഹബിൻ്റെ കുടുംബത്തോടും ഉണ്ട് എന്നുള്ളത്, വെറുപ്പുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ കാണാതെ പോകരുത്. അബൂ ലഹബിൻ്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അബൂ ലഹബിൻ്റെ പെണ്ണ് ഉമ്മു ജമീൽ നരകത്തിലാണ് എന്നൊക്കെയുള്ള ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു ഇങ്ങോട്ട് കൂലി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എത്രമാത്രമായിരുന്നു അബൂ ലഹബിനോടും അബൂ ലഹബിൻ്റെ കുടുംബക്കാരോടും അള്ളാഹുവിൻ്റെ ദേഷ്യവും വെറുപ്പും എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പക്ഷേ നമ്മൾ സൂറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബിൻ്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് നശിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. 3 നിലക്കുള്ള ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്തിരുന്നത്. അതേതാണ്? ഒന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്യുകയും ചെയ്തവർ. ഉദാഹരണം പറഞ്ഞാൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത സ്വഹാബാക്കളാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആരാണ്? അവർ ഇസ്ലാം സ്വീകരിക്കുകയോ നബിയിൽ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാതെ റസൂലിനെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. പക്ഷെ അവർ കുഫറിൽ തന്നെ അവശേഷിക്കുകയും ചെയ്തു, അവർ മുസ്ലിമുകളായിട്ടില്ല. ഉദാഹരണം ആരാണ്? അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് സംരക്ഷിച്ച നബിയുടെ അമ്മാൻ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അങ്ങനെയുള്ള അബൂ ത്വാലിബാണ് ഉദാഹരണമായിട്ട് അതിൽ നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ വിഭാഗം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും ചെയ്തിട്ടില്ല, നബിയെ സംരക്ഷിക്കുകയും ചെയ്തിട്ടില്ല, നബിയെ ശാരീരികമായി മാനസികമായി ഉപദ്രവിക്കാനും അപകടത്തിൽപ്പെടുത്താനും ആയി മാത്രം ഗൂഢാലോചന ചെയ്ത് നടന്ന കുഫറിൽ തന്നെ അവശേഷിച്ച കാഫറുകളായിട്ടുള്ള ചില ആളുകൾ. ഇങ്ങനെയുള്ള 3 വിഭാഗം ആളുകൾ. ഇതിൽ മൂന്നാമത്തെ വിഭാഗത്തിലാണ് അബൂ ലഹബ് പെടുന്നത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂ ലഹബിൻ്റെ സമ്പത്തും അബൂ ലഹബ് എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതൊന്നും അബൂ ലഹബിന് എന്ത് ചെയ്തിട്ടില്ല? ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാൻ. അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ അബൂ ലഹബിൻ്റെ സമ്പാദ്യങ്ങൾ ഒരു നിലയ്ക്ക് ഉപകാരപ്പെടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഞാൻ സമ്പാദിക്കുന്നില്ല സമ്പാദ്യം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടണം അല്ലേ? അതിനാണ് നമ്മൾ സ്വതക്ക ചെയ്യുന്നത്, അതിനാണ് നമ്മൾ സകാത്തുകൾ നിർവഹിക്കുന്നത്. എന്നാൽ അബൂ ലഹബിൻ്റെ സമ്പാദ്യം, അതിന് എത്ര സമ്പാദിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിലക്കും അത് ഉപകാരപ്പെടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു പറയുകയാണ്. ഒമാ കസബ്. അബൂ ലഹബ് പിന്നെ സമ്പാദിച്ചത് എന്തൊക്കെയുണ്ടോ, അഥവാ ധനമല്ലാതെ മറ്റെന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടില്ല എന്നാണ്. ഒമാ കസബ് എന്നുള്ളതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അൽ വലദു, അബൂ ലഹബിൻ്റെ മകനെയാണ് അവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അബൂ ലഹബിൻ്റെ മകൻ മാത്രമല്ല, ആമായിക്കൊണ്ട് എല്ലാം എന്തൊക്കെ അബൂ ലഹബിൻ്റെ സമ്പാദ്യമായി ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം, മക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വമാ കസബ് എന്നുള്ള പ്രയോഗത്തിന് കീഴിൽ വരുന്നുണ്ട് എന്നാണ് സ്വഹീഹായ അഭിപ്രായമായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ തബ്ബത് യദാ, ഇരു കൈകളും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് അള്ളാഹു ഇരു കൈകൾ എടുത്തു പറഞ്ഞത്? മറ്റുള്ള അവയവങ്ങൾക്ക് ഉണ്ടായിട്ട് അള്ളാഹു എന്തുകൊണ്ട് ഇരു കൈകൾ പറഞ്ഞു എന്നതിനെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അൽ യദൈൻ, ഇരു കൈകൾ എന്ന് പറഞ്ഞാൽ ആലത്തുൽ അമലി വൽ ഹറക്കത്തി വൽ അഖ്ദി വൽ അത്വാഇ, അതായത് ഒരു പ്രവർത്തനം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹർക്കത്തിനുള്ള, ഒരു കാര്യം എടുക്കാനും നൽകാനും
നൽകാനും ഒക്കെയുള്ള ഒരു ഉപകരണമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉപകരണം പോലെ വർക്ക് ചെയ്യുന്നതാണ് അവന്റെ ഇരു കൈകളും. ആ ഇരു കൈകൾ കൊണ്ടാണ് അവൻ ജീവിതത്തിലെല്ലാം സമ്പാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഇരു കൈകളും നശിച്ചിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ നശിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ അടുത്ത ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് സയസ്ല നാറൻ ദാത ലഹബ്, ജ്വാലയുള്ളതായിട്ടുള്ള ആ തീയിൽ അവൻ വഴിയെ കടന്നെരിയും, അഥവാ അബൂലഹബ് നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. കഴിഞ്ഞില്ല വംറഅതുഹു, അബൂലഹബിന്റെ പെണ്ണ്, ഭാര്യ ആരാണ്? ഉമ്മു ജമീൽ. ഖുറൈശികളിലെ ഏറ്റവും അഷ്റഫായിട്ടുള്ള ഗോത്രത്തിൽപ്പെടുന്ന ആളുകളാണ്. തറവാട് മഹിമ കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന തറവാട്ടിൽ നിന്നാണ് ഉമ്മു ജമീലൊക്കെ വന്നിട്ടുള്ളത്. ആ ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായിക്കൊണ്ട് യേശുവിന് പറയുന്ന ഒരാളായിരുന്നു. ഉമ്മു ജമീൽ ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴികളിൽ മുള്ളു വിതറുക, നബിയെ പ്രയാസപ്പെടുത്തുക, നബിയെക്കുറിച്ച് ഇല്ലാത്തത് അങ്ങാടികളിൽ പോയി മറ്റുള്ളവരോട് പറഞ്ഞു വരുത്തുക, ഇങ്ങനെ തുടങ്ങി ഉമ്മു ജമീലിനെ കൊണ്ട് എങ്ങനെയൊക്കെ നബിയെ വേദനിപ്പിക്കാൻ കഴിയുമോ ആ നിലക്കെല്ലാം ഉമ്മു ജമീൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മു ജമീലിനെ കുറിച്ചും അല്ലാഹു ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നു. വംറഅതുഹു, അബൂലഹബിന്റെ പെണ്ണും, ഹമ്മാല. ആ അമ്മു ജമീലിന്റെ പ്രത്യേകതയാണ് എന്താണ്? അബൂലഹബിന്റെ പെണ്ണിന്റെ പ്രത്യേകത എന്താണ്? ഹമ്മാല, അവൾ വിറക് ചുമട്ടുകാരിയാണ്. അൽ ഹതബ്, വിറക് ചുമട്ടുകാരിയാണ് അബൂലഹബിന്റെ പെണ്ണും. ഫി ജീദിഹ, അവളുടെ കഴുത്തിൽ ഹബുലിൻ, ഒരു കയറുണ്ട്. മിൻ മസദ്, ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറും ആ ഉമ്മു ജമീലിന്റെ കഴുത്തിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എത്രമാത്രം ദേഷ്യം അള്ളാഹുവിന് അബൂലഹബിന്റെ കുടുംബത്തോടുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവർ നമ്മൾ ചിന്തിച്ചു നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ദൗത്യത്തെ നിഷേധിക്കുന്നവർ, പ്രവാചകനെ കളിയാക്കുന്നവർ, പരിഹസിക്കുന്നവർ എല്ലാവരും വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ മസദ് എന്നുള്ളത്. വമാ കസബ് എന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു. നമ്മൾ പറഞ്ഞു, ചില പണ്ഡിതന്മാർ ഒമാ കസബ് എന്നതുകൊണ്ട് ഉദ്ദേശം അബൂലഹബിന്റെ മകനാണെന്നും, എന്നാൽ അതെല്ലാം എല്ലാം മക്കൾ ഉൾപ്പെടെയുള്ള എല്ലാം ആ ഒമാ കസബ് എന്നുള്ള പ്രയോഗത്തിന് കീഴിൽ വരുന്നുണ്ട് എന്നതാണ് സ്വഹീഹായ അഭിപ്രായം എന്നും നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞു വെച്ചിരുന്നു. ചില റിവായത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂലഹബിന്റെ മകന്റെ പേര് ഉത്ബത്ത് എന്നാണ്. ഉത്ബത്ത് ഒരു യാത്രയിൽ, ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ ഉത്ബത്തിന്റെ സിംഹം ജ്വാലയുള്ളതായിട്ടുള്ള ആ തീയിൽ അവൻ വഴിയെ കടന്നെരിയും, അഥവാ അബൂലഹബ് നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. കഴിഞ്ഞില്ല വംറഅതുഹു, അബൂലഹബിന്റെ പെണ്ണ്, ഭാര്യ ആരാണ്? ഉമ്മു ജമീൽ. ഖുറൈശികളിലെ ഏറ്റവും അഷ്റഫായിട്ടുള്ള ഗോത്രത്തിൽപ്പെടുന്ന ആളുകളാണ്. തറവാട് മഹിമ കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന തറവാട്ടിൽ നിന്നാണ് ഉമ്മു ജമീലൊക്കെ വന്നിട്ടുള്ളത്. ആ ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായിക്കൊണ്ട് യേശുവിന് പറയുന്ന ഒരാളായിരുന്നു. ഉമ്മു ജമീൽ ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴികളിൽ മുള്ളു വിതറുക, നബിയെ പ്രയാസപ്പെടുത്തുക, നബിയെക്കുറിച്ച് ഇല്ലാത്തത് അങ്ങാടികളിൽ പോയി മറ്റുള്ളവരോട് പറഞ്ഞു വരുത്തുക, ഇങ്ങനെ തുടങ്ങി ഉമ്മു ജമീലെ കൊണ്ട് എങ്ങനെയൊക്കെ നബിയെ വേദനിപ്പിക്കാൻ കഴിയുമോ ആ നിലക്കെല്ലാം ഉമ്മു ജമീൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മു ജമീലിനെ കുറിച്ചും അല്ലാഹു ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നു. വംറഅതുഹു, അബൂലഹബിന്റെ പെണ്ണും, ഹമ്മാല. ആ അമ്മു ജമീലിന്റെ പ്രത്യേകതയാണ് എന്താണ്? അബൂലഹബിന്റെ പെണ്ണിന്റെ പ്രത്യേകത എന്താണ്? ഹമ്മാല, അവൾ വിറക് ചുമട്ടുകാരിയാണ്. അൽ ഹതബ്, വിറക് ചുമട്ടുകാരിയാണ് അബൂലഹബിന്റെ പെണ്ണും. ഫി ജീദിഹ, അവളുടെ കഴുത്തിൽ ഹബുലിൻ, ഒരു കയറുണ്ട്. മിൻ മസദ്, ഈന്തപ്പന നാര് കൊണ്ടുള്ള ഒരു കയറും ആ ഉമ്മു ജമീലിന്റെ കഴുത്തിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എത്രമാത്രം ദേഷ്യം അള്ളാഹുവിന് അബൂലഹബിന്റെ കുടുംബത്തോടുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവർ നമ്മൾ ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ദൗത്യത്തെ നിഷേധിക്കുന്നവർ, പ്രവാചകനെ കളിയാക്കുന്നവർ, പരിഹസിക്കുന്നവർ എല്ലാവരും വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ മസദ് എന്നുള്ളത്. വമാ കസബ് എന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു. നമ്മൾ പറഞ്ഞു, ചില പണ്ഡിതന്മാർ ഒമാ കസബ് എന്നതുകൊണ്ട് ഉദ്ദേശം അബൂലഹബിന്റെ മകനാണെന്നും, എന്നാൽ അതെല്ലാം എല്ലാം മക്കൾ ഉൾപ്പെടെയുള്ള എല്ലാം ആ ഒമാ കസബ് എന്നുള്ള പ്രയോഗത്തിന് കീഴിൽ വരുന്നുണ്ട് എന്നതാണ് സ്വഹീഹായ അഭിപ്രായം എന്നും നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞു വെച്ചിരുന്നു. ചില റിവായത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അബൂലഹബിന്റെ മകന്റെ പേര് ഉത്ബത്ത് എന്നാണ്. ഉത്ബത്ത് ഒരു യാത്രയിൽ, ഷാമിലേക്കുള്ള ഒരു യാത്രയിൽ ഉത്ബത്തിനെ സിംഹം പിടികൂടുകയും സിംഹം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ ചില റിവായത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വല്ലാഹു അലം ബിസ്സവാബ്. ഏതായിരുന്നാലും അബൂലഹബിന്റെ കുടുംബത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നിലപാട് കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ഖിയാമത്ത് നാളെ വരെയുള്ളവരും അബൂലഹബിനെ കുറിച്ച് പഠിക്കണം. എന്തിന്? അബൂലഹബിന്റെ കുടുംബത്തെ പോലെ ആകാതിരിക്കാൻ, അബൂലഹബിനെ പോലെ ആകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായിക്കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ നിലക്ക് ഖുർആനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വഴികാട്ടി. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നല്ല കുടുംബം, നല്ലൊരു കുടുംബമായി നമുക്ക് മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറ്റു പല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചും അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. മറ്റു പല മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചും അള്ളാഹു നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. പക്ഷെ അവരാരുടെയും പേര് അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ല. എന്നാൽ അബൂലഹബിന്റെ പേര് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു മാത്രമല്ല, ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവമുണ്ട് അബൂലഹബിന്റെ വിഷയത്തിൽ എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കുക, പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു നൽകുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബറകല്ലാഹു ഫീക്കും, അഹ്സനല്ലാഹു ഇലൈക്കും, അല്ലാഹു യഹ്ഫദുക്കും, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വൽ ജമീഇൽ മുസ്ലിമീൻ മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.